Jesus can use anybody, anywhere, anytime. Are you ready for that? Culture Verghese from Dallas in Texas as his next teacher. धन्यवाद देता हूँ। എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവരായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 26ാമത്തെ അത്ഭുതത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 26ാമത്തെ അത്ഭുതം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അനേകർ പ്രസംഗിച്ചിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 41 വരെയുള്ള വാക്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 വാക്യങ്ങൾ അത് മാറ്റിക്കളയാൻ പറ്റാത്തതുപോലെ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കണ്ണിനെ തുറന്നു കൊടുത്ത അത്ഭുതത്തെക്കുറിച്ച് മാത്രം വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് 41 വാക്യത്തിൽ. അപ്പൊ ഈ 41 വാക്യത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ എന്താ കാര്യം എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ അത്ഭുതങ്ങൾ നമ്മൾ കാണുമ്പോൾ അത്ഭുതങ്ങളെ ചോദ്യം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഇതെനിക്ക് പ്രത്യേകം നിങ്ങളോട് എല്ലാവരോടും പറയാറുണ്ട്. യേശുവിൻ്റെ കാലത്ത് യേശു ചെയ്തതുപോലെയല്ല ശിഷ്യന്മാർ ചെയ്തത്. ബൈബിളിനകത്തിരിക്കുന്ന ഒരേ പാറ്റേണിലല്ല യേശു എല്ലാവരെയും അത്ഭുതം ചെയ്തത്. ആണോ? ആരെങ്കിലും പറഞ്ഞാണെങ്കിൽ ഓക്കെ. ഇവിടെ പല കുരുടന്മാരെ യേശു സൗഖ്യമാക്കിയത് തിരുവചനത്തിനകത്ത് കാണാൻ സാധിക്കും. ഓരോരുത്തരുടെയും ഓരോ രീതിയിലായിരുന്നു. ഒരാളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ബത്സൈദ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുരുടനായ മനുഷ്യനെ അവനെ സൗഖ്യമാക്കിയത് ഏത് തരത്തിലായിരുന്നു? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചാണ്. ബത്സൈദയിൽ ഉള്ള കുരുടനെ ആദ്യം അവൻ്റെ കണ്ണിന്മേൽ തുപ്പി തൊട്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ചു, ഊരിന് പുറത്ത് കൊണ്ടുപോയി കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. വല്ലതും കാണുന്നോ എന്ന് ചോദിച്ചു. മനുഷ്യനെ പോലെ കാണുന്നെന്ന് പറഞ്ഞു, മരങ്ങളെ പോലെ കാണുന്നെന്ന് പറഞ്ഞു. വീണ്ടും അവൻ്റെ മേൽ കൈവച്ചു, സൗഖ്യമാക്കി. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ഒരു മനുഷ്യനെ മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ പറയണം അങ്ങനെ മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ ചിന്തിച്ചോളാണ് അങ്ങനെ മാത്രമല്ല. വേറൊരാൾ പറഞ്ഞു എരിഹോവിലേക്ക് പോകുന്ന വഴിക്ക് ഒരുത്തനെ കണ്ടു. അവനോട് ആ കുരുടനോട് പറഞ്ഞു നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എരിഹോവിൽ നിന്ന് വരുന്ന വഴിക്ക് വേറൊരുത്തനെ കണ്ടെ തൊട്ട് സൗഖ്യമാക്കി. ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കാഴ്ച പ്രാപിക്കും. പോയി കാഴ്ച പ്രാപിച്ചോളാൻ പറഞ്ഞു. അവരോട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പല രീതിയിലുമാണ് യേശു സൗഖ്യമാക്കിയത്. അത് ഇപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ. ആ തുപ്പി ചെറി ഉണ്ടാക്കി അത് പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ഒരേ പാറ്റേണിലല്ല എല്ലാവരെയും സൗഖ്യമാക്കിയത്. യേശു എന്തെങ്കിലും ആരുടെയും വസ്ത്രം കൊടുത്തു വിട്ടിട്ട് സൗഖ്യമാക്കിയോ? ഇല്ല. പിന്നെ പൗലോസ് എവിടുന്ന് പഠിച്ചത് ഈ പരിപാടി? പൗലോസ് അവൻ ചെയ്തു. അന്നേരം ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന് തോന്നിയതുപോലെ ചെയ്തു. യേശു നടന്നു പോയപ്പോൾ എന്തെങ്കിലും തട്ടി സൗഖ്യമായോ? പക്ഷേ പത്രോസ് നടന്നു പോയപ്പോൾ നിഴൽ തട്ടി സൗഖ്യമായി. നമ്മൾ നാട്ടിൽ പറയാറുണ്ട് ഇവന്റെ നിഴൽ വട്ടത്ത് പോലും വരരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ പത്രോസിന്റെ നിഴൽ തട്ടി സൗഖ്യമായി. അത്ഭുതം നടന്നു. ഇപ്പൊ നോക്കിക്കാണെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഒരാൾ വന്നായിരുന്നു. അദ്ദേഹത്തിന് നിഴൽ തട്ടി സൗഖ്യമായി എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറയാനിടയായി. കാരണം എന്ന് പറഞ്ഞതുപോലെ അനേക അത്ഭുതങ്ങൾ ഈ കാലയളവിലും പല രീതിയിലും നടക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുതെന്ന് അറിയാമോ? ചോദ്യം ചെയ്യരുത്.
ഞാൻ പഠിച്ച രീതിയിൽ, ഞാൻ പറഞ്ഞ രീതിയിൽ നടക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യാക്കോബായിലായിരുന്നുണ്ടെ ഇതെല്ലാം കളിപ്പീരാന്ന് ഞങ്ങൾ പറയുമായിരുന്നു. ഇതെല്ലാം കളിപ്പീര. അന്നേരത്തെ അറിവ് എൻ്റെ അങ്ങനെയായിരുന്നു. അപ്പൊ ഓരോരുത്തരെ ഓരോ അറിവ് വെച്ചിട്ട് അളക്കരുത്. നമ്മൾ അളക്കുന്ന ഉടനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടിയ നന്മ നമുക്ക് ലഭിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഓരോ വ്യക്തികളും ഇന്നാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവഭാഗത്തൊക്കെ വരുന്നതിന് മുമ്പാണ് എൻ്റെ ഫാദറിലോയുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. പുള്ളി ഒരു കത്തോലിക്കനാണ്. അപ്പോൾ ഞാൻ ഫാദറിലോയെ അവർ ബന്ധുക്കോസിലായിരുന്നു. അവരെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് യാക്കോബായി കൊണ്ടുപോയി. ഞാനിവിടെ വന്നു കഴിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ യാക്കോബ പള്ളി ഞാൻ വലിച്ചെടുത്തുകൊണ്ട് പോയി. അതിൻ്റെ ശിക്ഷ അതിന് വരുമ്പരാഴികളൊക്കെ പുള്ളി അനുഭവിക്കുകയും ചെയ്തു. ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ ലോകത്തിലില്ല. ഓക്കെ, അവരുടെ കുടുംബം മുഴുവൻ അനുഭവിച്ചു. അതിൻ്റെ ഫലമൊക്കെ അനുഭവിച്ചു. വേറൊരാൾ പറഞ്ഞു, ബ്രദറെ സ്നാനപ്പെടുന്നതൊക്കെ കൊള്ളാം, ഞാനൊരു പ്രാവശ്യം പിന്മാറ്റത്തിൽ പോയതാണ്. അങ്ങനെ പിന്മാറ്റത്തിൽ പോകാനുള്ള ചിന്തയോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ സ്നാനപ്പെടരുത്. ഒടുവിൽ നാശം നാശം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരരുത് എന്ന് എന്നോട് അമ്മ പറഞ്ഞതാണ്. ദൈവഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്മയ്ക്ക് പകരം നമ്മൾ തിന്മ കൊയ്യുവാനിടയായിത്തീരും. ദൈവമക്കളെ, വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ആത്മീക വിഷയം. നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ളതല്ല ആത്മീക മണ്ഡലം. ഇഷ്ടം പോലെ കൈകാര്യം, നമുക്ക് ഇഷ്ടമുള്ളത് പറയാനും ഉള്ളതല്ല. പ്രൈസലോ, സ്തോത്രം. അന്നേരം പപ്പ അടുക്കൽ, ഷേലയുടെ പപ്പ അടുക്കൽ ഒരു പുള്ളിയുടെ ഒരു നല്ല സ്നേഹിതനായിരുന്നു. പുള്ളി കത്തോലിക്കനായിരുന്നു. അത് പറഞ്ഞു, അച്ഛാ ഞാൻ കഴിഞ്ഞ ദിവസം ബെന്നിഹീൻ്റെ മീറ്റിങ്ങിന് പോയിരുന്നു. അപ്പോൾ ഈ ബെന്നിഹീൻ ആരാണെന്ന് എന്തോന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നുണ്ട്. പപ്പ എന്നോട് പറഞ്ഞു, ബെന്നിഹീൻ എന്ന് പറയുന്നത് ഇവിടെ ടി വിയിലൊക്കെ വരുന്ന ഒരു വലിയ പ്രാസംഗികന്, അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പല അത്ഭുതങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം ഞാൻ അത് കൂടുതൽ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. അന്നേരം പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാവരെയും ഈ പുള്ളി തെള്ളിയിടുന്നുണ്ട്, ഞാൻ എന്നെ തെള്ളിയിടട്ടെ, എന്നാ എന്നെ ഒന്ന് തെള്ളിയിട്ടെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയുടെ മുന്നേ പോയിരുന്നു. പുള്ളി ആവുന്ന പരിശ്രമിച്ച് ഞാൻ വീണില്ലെന്ന് പറഞ്ഞു. ഈ പുള്ളി പറഞ്ഞു, പുള്ളി അവിടെ പോയി നിന്നു. ആ പുള്ളി ആവുന്ന പരിശ്രമിച്ച് നോക്കി എന്നെ ഒന്ന് തെള്ളിയിടാനായിട്ട്, വീണില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഈ പുള്ളി ആ മനുഷ്യനെ ബെന്നിഹിനൊക്കെ തെള്ളിയിടുക, അതാണ് അദ്ദേഹത്തിന്റെ ജോലി. നീ പരിശുദ്ധാത്മാവിന് വിരോധമായിട്ടാണ് നീ പോയി നിൽക്കുന്നത്. നിന്റെ ഉള്ളിലെ ചിന്ത എങ്ങനെയാണ്? പിന്നെ നീ എങ്ങനെയാ പരിശുദ്ധാത്മാഭിഷേകം നീ പ്രാപിക്കുന്നത്? ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അനേകർ തടുപടാന്ന് വീണിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചത് എന്നോട് ചോദിച്ചു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഉരുണ്ടുപോയി. ഇത് വീഴുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേടി തോന്നി. ഇതെന്തോ സംഭവിക്കുന്നത്? ഞാൻ ഇന്ത്യയിലായിരുന്നു. ഞാൻ നേരെ ഇങ്ങോട്ട് വിളിച്ചു. നിന്നെ വിളിച്ചിട്ട് കുഞ്ഞുങ്ങളോടും ഷാലിനോടും പ്രത്യേകം പ്രാർത്ഥിച്ചോണം, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഭയന്നു പോയി. ദൈവമക്കളെ, ഇത് ദൈവത്താൽ പലതും സംഭവിക്കും. നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാതെ കർത്താവിൻ്റെ വചനം ഏറ്റെടുക്കാൻ പഠിക്കണം. ചോദ്യം ചെയ്യരുത്. പരിശുദ്ധാത്മാവിനെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ആത്മമണ്ഡലം നമ്മൾ ചിന്തിക്കുന്നത് പോലോ നമ്മൾ ഈ ലോകത്തിൽ കാണുന്നത് പോലെ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഭാഷ, കർത്താവിൻ്റെ ഭാഷ പറഞ്ഞാൽ സ്വർഗരാജ്യം എന്ന് കാണത്തക്കവണ്ണമുള്ളതല്ല. പ്രൈസലോട്, അത് നമ്മുടെ കണ്ണിന് കാണുന്ന ഒന്നല്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരികയാണ്. അതാണ് ഇന്നത്തെ വിഷയം, അത്ഭുതം. ഈ അത്ഭുതം നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് വാക്യങ്ങളുണ്ട്. എല്ലാ വാക്യങ്ങളും വായിക്കാനും പഠിക്കാനും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിച്ചാട്ട്. അവൻ കടന്നു പോകുമ്പോൾ തുറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബീ, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മ അപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. എന്തുകൊണ്ട് ഇവൻ കുരുടനായി പിറന്നു? നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചേ.
നമ്മൾ സാധാരണഗതി പറയുന്നുണ്ട്, കണ്ടോ അവന് വന്നേക്കുന്നത് കണ്ടോ, അത് ഒന്നിൽ അവൻ ചെയ്തതിൻ്റെ ദോഷമാണ്. അവൻ അമ്മേ അവൻ അങ്ങനെ ചെയ്തതായിരുന്നു, അവൻ ഇങ്ങനെ ചെയ്തതായിരുന്നു, അവൻ അപ്പൻ ഇങ്ങനെ ചെയ്തതായിരുന്നു, അമ്മ ഇങ്ങനെ ചെയ്തതായിരുന്നു നമ്മൾ വിധിക്കാറുണ്ടോ? നമ്മളൊക്കെ പറയുന്ന കാര്യമാണ് അവരും അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മളും വിട്ടിട്ട് കളഞ്ഞിട്ടില്ല, ഞാനും വിട്ട് കളഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായേക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഒരു പ്രശ്നം ഉണ്ടായേക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഒരു പ്രശ്നം ഉണ്ടായേക്കുന്നത് എന്തിനു വേണ്ടിയാ? അതിന് സാധാരണഗതിയിൽ നമ്മൾ എന്തോ അതിന് വിധി കൽപ്പിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ കുറ്റം ഇവരുടെ കുറ്റം ഇതൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ വിധിക്കാൻ നമുക്ക് യാതൊരു അർഹതയും ഇല്ല എന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ് യേശു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് പറയണം, ചില കാര്യങ്ങൾ ദൈവാത്മാവിൽ നമ്മൾ അറിയണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭവനത്തിൽ ഒരു വിഷയമുണ്ടായാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ പാലക്ക വിരിഞ്ഞ പോലെ ഇരിക്കരുതെന്ന് പറയും. എന്താ പാലക്ക വിരിഞ്ഞ പോലെ ഇരിക്കുക? എന്താ ഈ പാലക്ക വിരിഞ്ഞ പോലെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാല് വശത്തോട്ടിരിക്കും. ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ഒരേ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ വിടുതലുണ്ടാകും. ഒരുത്തൻ പറയാൻ ഞാൻ പെന്തക്കോസ്തിൽ പോയി പ്രാർത്ഥിക്കും, ഒരുത്തൻ പറയാൻ ഞാൻ മർത്തോമായി പോയി പ്രാർത്ഥിക്കും, ഒരുത്തൻ പറയാൻ ഞാൻ കത്തോലിക്ക പോയി പ്രാർത്ഥിക്കുക, ഒരുത്തൻ പറയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവനാമം മഹത്വപ്പെടത്തില്ല. ഒരു വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായാൽ എന്തിനാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഏതെങ്കിലും ഒരു വിഷയമുണ്ടായാൽ, നമുക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളെല്ലാം കൂടെ ചിന്തിച്ചിട്ട് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണാൻ കൊണ്ടുപോകും. എന്തിനാണ് ഡോക്ടറെ കാണാൻ കൊണ്ടുപോകുന്നത്? ഒരേ ഉദ്ദേശമാണ്, ഈ ആൾക്ക് സൗഖ്യം കിട്ടണം, അല്ലേ? അപ്പോൾ ആ സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഈ ഡോക്ടറുമായിട്ട് വരത്തില്ല, ഞാൻ ഈ ഡോക്ടറിന് പൈസ കൊടുക്കത്തില്ല. വേറെ അടുത്ത പറയാണ് ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് വരത്തില്ല. വേറെ ആൾ പറയാണ് ഞാൻ പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഈ രോഗിക്ക് സൗഖ്യം വരുമോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? എല്ലാവരും കൂടെ തീരുമാനിക്കണം ഞാൻ ഏത് ഡോക്ടറെ കാണണമെന്ന്. അവിടെയാണ് ഇത് നമ്മൾ പാലക്ക വിരിഞ്ഞതുപോലെ ആകരുത്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ നാമം മഹത്വത്തിനായി എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ, ഇന്നാണ് ഞാൻ പറഞ്ഞാണ് കൊച്ചിന്റെ വിവാഹം നടക്കണം, അച്ഛാമ്മയോട് അച്ഛൻ അവര് പറഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കും, എന്റെ ഇഷ്ടം വന്നു. വേറൊരു അമ്മാമ്മയുടെ വീട്ടില് ഞാൻ ഇതേമാതിരി പോയതാ കേട്ടോ. അത് ഈ ഡിസംബറിൽ കല്യാണം നടക്കാൻ പോകാതെ ഞാൻ ഇന്നാളീ പറഞ്ഞ ആ അച്ഛൻ്റെ അമ്മാമ്മയുടെ ഇടയ്ക്ക് ചെന്ന് കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വളരെ മോടെ കല്യാണത്തിൻ്റെ കാര്യമുണ്ട്. അവക്ക് അതിന് താല്പര്യമില്ല, പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്നാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, അവരുടെ വീട്ടിൽ ആ സഹോദരൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ എല്ലാ ദിവസവും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി. 40 വയസ്സിലേറെയായി അവിടെ വിവാഹം നടക്കാൻ പോവാ ഡിസംബറിൽ. ദൈവമക്കളെ, നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിന്റെ വിഷയമാകുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കണം. ആരും ആരെയും കുറ്റം പറയാം, അവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അവിടുത്തെ പാസ്റ്റർ ഇവിടുത്തെ ഇങ്ങനെയാണ്, ആ ചർച്ചിൽ ഇങ്ങനെയാണ്, ഈ ചർച്ചിൽ ഇങ്ങനെ, ഇതൊന്നും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കിട്ടത്തില്ല. ആദ്യം തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിടുതൽ വേണം. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന്. അപ്പൊ പ്രശ്നമുണ്ടായത് എന്തിനാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടി ഉണ്ടായിരിക്കുന്നത്? ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനാണ്. ഇനിയും അതിന്റെ 4-ാമത്തെ 5 വാക്യം വായിച്ചാട്ടെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി. ഇനിയിപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പം ഇച്ചിരി ബലവും ആരോഗ്യവും ഒക്കെ ഉണ്ട്.
എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, എനിക്ക് അവിടെ എവിടെയൊക്കെ പോകാൻ സാധിക്കും, ചിലരെയൊക്കെ പിക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പോയി എനിക്ക് സുവിശേഷം പറയാൻ പറ്റും. ഞാനിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ പോയി നാട്ടിൽ പോയി ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് സുവിശേഷം പറയാമെന്ന് കഴിഞ്ഞാൽ ഒക്കുമോ? ഇപ്പോഴാണ് പകൽ എൻ്റെ ജീവിതത്തിലുള്ളത്. ഇന്നാണ് എനിക്ക് പകലുള്ളത്. രാത്രി വരുന്നതിന് മുമ്പ് കർത്താവിനെ അയച്ചവന്റെ ജോലി ചെയ്യേണ്ട ചുമതല ആരുടേതാ? ഇപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ പകലുള്ളത്. ഈ വ്യക്തിയുടെ ജീവിതം കുളമാകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട ചുമതല ആരുടേതാ? നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് ഇപ്പോൾ. എല്ലാവരും പറഞ്ഞാട്ടെ, ദിസ് ഈസ് ദ ടൈം. ഇന്ന് ഈ ടൈം വേറെ എടുക്കരുത്. ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇന്നാണ് പകലുള്ളത്. നാളെ നമ്മൾ കണ്ടിട്ടുള്ളവരായിട്ട് ആരുമില്ല. ഇന്ന് യേശു എന്നോട് കൂടെയുണ്ട്. ഇന്ന് ഞാൻ പ്രവർത്തിക്കും. ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നാണ് എൻ്റെ സമയം. രാത്രി എപ്പോൾ വരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എപ്പോഴാണ് ജീവിതത്തിൽ രാത്രി വരുന്നത് ആർക്കെങ്കിലും അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആരുടെയും ജീവിതത്തിൽ രാത്രി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ചോദ്യം ചെയ്യാതെ പ്രവർത്തിക്കേണ്ട ചുമതല ഇപ്പോഴാണ്. ഇനിയും അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇങ്ങനെ പറഞ്ഞിട്ട് യേശു നിലത്ത് തുപ്പി. വായിച്ച 7, 6, 7, 8 വാക്യം വായിച്ചാട്ട്. അയൽക്കാരും അവനെ മുൻപ് ഇരിക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ ഇവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ എന്ന് പറഞ്ഞു. ഇനി അതിന് 17-ാമത്തെ വാക്യം വായിച്ചേ. അവൻ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണു തുറന്നത് കൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. മതി. ഇനി നിങ്ങൾ ചോദിച്ചാട്ടെ, യേശു എന്തുകൊണ്ടാണ് തുപ്പി ചേറുണ്ടാക്കി ഇവന്റെ കണ്ണിൽ പുരട്ടിയത്? ഓക്കെ, അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചു. പരീശന്മാർ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായികൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മതി. ഇനി ഞാൻ ചോദിക്കട്ടെ, യേശു എന്തുകൊണ്ടാണ് തുപ്പി ചേറുണ്ടാക്കി ഇവന്റെ കണ്ണിൽ പുരട്ടിയത്? ഒരാൾ പറഞ്ഞു, ശബത്തിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, യേശു ഇവന്റെ വിഷയത്തിൽ ഇവന് എന്തുകൊണ്ടാണ് ശീലോഹാംകുളം വരെ നടക്കേണ്ടി വന്നത്? എന്തുകൊണ്ട് ഇവൻ കണ്ണ് കഴുകി? ഇതെല്ലാം നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പം നമുക്ക് മറുപടി കിട്ടും. പരീശന്മാര് ശബത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. ഓക്കെ, പരീശന്മാരുടെ വ്യവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹൂദന്മാരുടെ വ്യവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫിലഡൽഫിയ ആ ഭാഗത്ത് യഹൂദന്മാർ താമസിക്കുന്ന ഏരിയയിലുണ്ട്, അവരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഈ ശബത്തിൽ ഇത്ര സ്റ്റെപ്പ് നടക്കാമെന്ന് വരെയുണ്ട്. ഇത്ര സ്റ്റെപ്പിൽ കൂടി നടക്കാൻ പാടില്ല. അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞതിന് ശേഷം ഇവർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പണ്ടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള കാര്യം എനിക്കറിയത്തുള്ളൂ. ഞാൻ ഇവരുടെ കൂടെ നടന്നിട്ടില്ല, എനിക്കതറിയത്തില്ല. ഇവരെന്നെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവരെ പറ്റി അല്പം അതിനെക്കുറിച്ച്, സാന്നിധ്യത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ
ഇവര് നടക്കുന്നത് ശബത്തിൽ ഇവർ നടക്കുന്നത് ഇത്ര സ്റ്റെപ്പ് നടന്നതിന് ശേഷം, നടക്കുന്നതിന് മുമ്പ് ഇവരുടെ ജോലിക്കാരെ അവിടെ അയക്കും. ഇത്ര സ്റ്റെപ്പ് ശേഷം അവിടെ ഒരു ഡിന്നറോ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ അവിടെ ഒരു സ്നാക്കിൻ്റെ പ്രോഗ്രാം അവിടെ ഉണ്ടാക്കിച്ച് വെക്കും. അപ്പോൾ ഇവരവിടം വരെ ചെല്ലും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്ത് ഇതൊക്കെ തിന്നിട്ട് വീണ്ടും പിന്നെ അടുത്ത ഇത്ര ചൂട്ടടി അത്രയും ചൂട്ടടി നടക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടം വരെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ സ്റ്റെപ്പിനെ കണക്കിലെടുക്കത്തില്ല ഇവർ. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ റിലീജിയസ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റമാണ് മതപരമായിട്ട്. കാരണം യേശു പറഞ്ഞിരിക്കുന്നത് ഇവനോട് അവിടെ പോയി കഴുകണം. അപ്പോൾ അവൻ പറഞ്ഞതിൽ കൂടുതൽ ദൂരം അവൻ നടന്നിരിക്കണം. പിന്നെ അവൻ്റെ കണ്ണ് കഴുകണം. എല്ലാവരുടെയും മുന്നേ ഇരുന്നുകൊണ്ട് കണ്ണ് കഴുകുന്നുണ്ട്. നീ എന്തിനാടാ കണ്ണുകിയത്? ശബത്തിനെ ലംഘിക്കുന്നു. യേശു ചേറ് പുരട്ടി ഇവന്റെ കണ്ണിൽ പരട്ടി ശബത്തിനെ ലംഘിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ഇതെല്ലാം ചെയ്തതും ചെയ്യിപ്പിച്ചതിൻ്റെ പിന്നിൽ എന്തായിരുന്നു കാര്യം? ഈ മതപരമായി നീ ചിന്തിച്ചാൽ നിനക്കിത് മനസ്സിലാകത്തില്ല. ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് മതപരമായിട്ടുള്ള രീതിയിലല്ല. ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് നിന്റെ കണക്കുകൂട്ടലിൻ പ്രകാരം അല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ഒരു കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്, ഇന്ന രീതിയിലേ നടക്കാവൂ. ഇന്നാളാണ് എന്നോട് ചോദിച്ചു, ഞാൻ ഖത്തറിൽ ചെന്നിരിക്കുകയാണ് ഒരു മാസം. അപ്പം എൻ്റെ ഈ DVD-യും ഇൻ്റർനെറ്റിനകത്തുള്ള പ്രോഗ്രാമും എല്ലാം കണ്ടിച്ച് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പാസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവര് വീണപ്പോ എന്താ കിട്ടി? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വീണ് കഴിഞ്ഞപ്പോൾ, ആത്മാവിൽ വീണ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് കിട്ടിയെന്ന്? വീണപ്പനല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ വീഴുന്നപ്പോ ഇവർക്ക് എന്തോ ലഭിച്ചു. ഞാൻ ചോദിച്ചു, അതെനിക്കറിയത്തില്ല, അവരോട് ചോദിച്ചറിയാം. അത് കഴിഞ്ഞല്ല, ഇവരെന്തുകൊണ്ട് മലന്ന് വീണു, എന്തുകൊണ്ട് കമന്ന് വീണില്ല? അപ്പൊ ഈ ചോദ്യങ്ങള് അങ്ങനെ റിലീജിയസ് സ്റ്റൈലിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പൊ കർത്താവിനോട് ചോദിക്കാൻ നമുക്ക്, കർത്താവ് എന്തുകൊണ്ടാണ് ചേറുണ്ടാക്കിയത്? അതിന് വേറെ ഒത്തിരി ഇന്റർപ്രിട്ടേഷൻ വേണം നടത്താം. നമ്മളെല്ലാം മണ്ണാണ്, പൊടിയാണ്, അതുകൊണ്ട് അവൻ്റെ നേരെ കുഴച്ച് പരട്ടിയതാണ്. തുപ്പൽ എന്തിനാണ്? അത് അവൻ്റെ വായിൽ നിന്ന് വന്നതാണ് തുപ്പൽ. ഇങ്ങനെ പല ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാതെ അതിനകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്റർപ്രിട്ടേഷൻ എന്തായിരുന്നു? ശബത്തിനെ ലംഘിക്കുകയായിരുന്നു, അവരുടെ രീതികളെ ലംഘിക്കുകയായിരുന്നു, അവരുടെ ചിന്താഗതികൾക്ക് വിരാമമിടുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കാണണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം തന്നെ ഒരു പ്രൊമോഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക. ഈ വർഷം എത്ര പേര് പ്രൊമോഷൻ പ്രാപിച്ചവരുണ്ട്? 7 മാസം തീരാറായി, 7ാമത്തെ മാസമായി. ഇനി 2 മാസം കൂടെ ഉള്ളൂ. 9ാം മാസം പുറത്തു വരണം നിങ്ങളുടെ പ്രൊമോഷൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടുത്ത മാസം ഞാൻ വല്യപ്പനാകുകയാണ്. വല്യപ്പനും വല്യമ്മയാകുക. ഞങ്ങള് വലിയൊരു ഗ്രേറ്റ് പ്രൊമോഷൻ ഞങ്ങൾക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളൊക്കെ എത്ര പ്രൊമോഷൻ വാങ്ങിച്ചു? ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിച്ചോണം, കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവെ എനിക്ക് ഈ വർഷമെങ്കിലും ഈ എന്താണ് ഈ സമ്മറിൽ ഇവിടെയൊക്കെ 10 വീടുകളിലെങ്കിലും പോയി സുവിശേഷം പറയാൻ എനിക്ക് നീ ഭാഗ്യം ഒരുക്കണം. ഒരാളെ എനിക്ക് നീ തരണമെന്ന് പറഞ്ഞു. ഒരാളെ ചോദിച്ച് കർത്താവ്, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഇപ്പൊ അനേകരുണ്ട് സുവിശേഷം പറയാൻ എൻ്റെ കൂടെ നടക്കാൻ. ഇപ്പൊ എത്ര വീടുകളിൽ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണമില്ലാതെ വീടുകളിൽ പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നടത്തുവാൻ ദൈവശക്തനാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്? നിർമ്മല ഹൃദയത്തോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ നിങ്ങൾ ചോദിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ചോദ്യം ചെയ്യാതെ, അത്ഭുതങ്ങളെ ചോദ്യം ചെയ്യാതെ
നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമുണ്ടാകുവാൻ ഇടയായിത്തീരും. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശബത്ത് നാൾ ആയിരുന്നു. യേശു കണ്ണ് തുറന്നത്, യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത്, അതാണ് വിഷയം. ശബത്തിലായിരുന്നു. യേശു ജോലി ചെയ്തു വന്ന് ഏറ്റവും വലിയ തെറ്റാണ് കാണിച്ചത്. എന്താണ് ശാബത്ത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ശാബത്ത്? ശാബത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സ്വസ്ഥത. അന്ന് നിങ്ങൾ ആരും ഒരു വേലയും ചെയ്യരുത്. അതിന്റെ അർത്ഥം യേശു പറഞ്ഞിരിക്കുന്നത് വേല ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യരുത് എന്നല്ല. പ്രത്യേകം യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കന്നുകാലികളോ ആടോ മാടോ കുഴിയിൽ വീണാൽ അതിന് പിടിച്ച് കയറ്റുകാറില്ലേ? ഉണ്ട്. പിന്നെ ഞാൻ ഈ കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിച്ച ഒരു മനുഷ്യന് കാഴ്ച കൊടുക്കുന്നതാണോ തെറ്റ്? അതാണ് യേശു അവിടെ ചെയ്യുന്നത്. അത് അവരെ വിശദീകരിച്ച് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മൾക്ക് ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഞാൻ പല പ്രാവശ്യം പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഉടനെ നമ്മുടെ ഈ പ്രേരണയിലൂടെ പരിചയമുള്ളവർ വിളിച്ചും ഒക്കെയാണ് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. അവർ വിളിക്കുന്ന ഉടനെ അവർക്കിപ്പോൾ എൻ്റെ കൈ ഒന്ന് തൊടാനൊന്നും പറ്റത്തില്ലല്ലോ. എൻ്റെ കൈക്ക് അത്ര നീളമുണ്ടോ? നിങ്ങളും പല പ്രാവശ്യം എണ്ണ എടുത്തു വെക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എണ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ എണ്ണ നിങ്ങൾ പുരട്ടുന്നു, നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ആ വെള്ളം നിങ്ങൾ കുടിക്കുന്നു, നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകുന്നു. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഒരാളെ തൊടണം എന്നുള്ള ഒരു വ്യവസ്ഥയാണ്. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. കെന്നത്തി ഹേഗൻ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ, കെന്നത്തി ഹേഗൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞതാണ്, ഓറൽ റോബർട്ട് എന്ന് പറഞ്ഞ ആ ദൈവദാസൻ ഒരു പ്രാവശ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓറൽ റോബർട്ട് പ്രസംഗിച്ചു കഴിഞ്ഞ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ TV കൂടി ഇങ്ങനെ പ്രസംഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരമ്മച്ചി പ്രസംഗം കേട്ടു. പ്രാർത്ഥിക്കാനുള്ള സമയമായി, നിങ്ങളുടെ കാര്യത്തിന് അടുത്തിരിക്കുന്ന ഏതോ ഒരു വിഷയത്തെ തൊടാൻ പറഞ്ഞു. അപ്പോൾ അമ്മച്ചിക്ക് അവിടെ വരെ നടന്നു എന്ന് തൊടാൻ പറ്റത്തില്ല. ആകെ പോയി അമ്മച്ചിക്ക് തൊടാനായിട്ട് പറ്റി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്ന് അമ്മച്ചിയുടെ അടുക്കളയിൽ ഇന്ന് റെഫ്രിജറേറ്ററാണ്. അപ്പോൾ പറയും, ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് ഞാൻ ഈ റെഫ്രിജറേറ്ററെ തൊടുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ അമ്മച്ചി സൗഖ്യമായി. ഉടനെ തന്നെ ഓറൽ റോബർട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവരെ ടെലിഫോൺ അറ്റൻഡ് ചെയ്തവരോട് പറഞ്ഞു, ഞാൻ പാസ്റ്റർ പറഞ്ഞു ഇതുപോലെ പ്രാർത്ഥിച്ചു, ഞാൻ റെഫ്രിജറേറ്ററിലാണ് തൊട്ടത്, എനിക്ക് സൗഖ്യമായെന്ന് പറഞ്ഞു. ഏതിനെയെങ്കിലും തൊടുക എന്നുള്ളതിൻ്റെ അർത്ഥം അതല്ല ദൈവം അത്ഭുതം നടത്തുന്നത്. ഒരു ദൈവത്തിൻ്റെ ആത്മാവിനെ തൊടുവാൻ ഒരു മെറ്റീരിയൽ ആവശ്യമാണ്. അതിനൊരു ജീവനുള്ള വസ്തു ആവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്നതാണ് എണ്ണയോ വെള്ളമോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അറിയാം, ഏലീശയുടെ കാലത്ത് ഏലീശ പോകുന്ന അവസരത്തിൽ ഏലിയാവ് കഴിഞ്ഞു, ഏലീശ കണ്ടോ ഈ പട്ടണം മനോഹരമാണ്, ഗർഭവാസമുള്ള പട്ടണമാണ് എന്ന് പറഞ്ഞു ഒരു പുതിയ പാത്രത്തിനകത്ത് സ്വല്പം ഉപ്പ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഉപ്പ് കൊണ്ടുവന്ന് ഉറവിന് നേരെ ഇട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം എന്ത് ചെയ്തു? പഥ്യമായി തീർന്നു. ഉപ്പ് എന്തോ ചെയ്തു? അത്രയും ഉപ്പിട്ട് വെള്ളം മുഴുവൻ നല്ലതായി തീരുമോ? ഇതെങ്ങനെയാണ് നടക്കുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ മാധ്യമത്തെ ചോദ്യം ചെയ്യുകയോ ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുകയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കണം, അത് എങ്ങനെയായാലും മതി, പക്ഷെ ഉണ്ടെങ്കിൽ അതിനെ ഞാൻ എങ്ങനെ നിന്റെ സന്നിധി താഴണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം, അത് ഈ വർഷം തന്നെ എനിക്ക് കാണണം. എനിക്ക് അമ്മായിയപ്പനും അമ്മായിയമ്മയും ആകണം. പ്രൈസ് ദി ലോർഡ്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് വിവാഹസ്ഥനാകണം, അവനൊരു കുടുംബ ജീവിതം വേണം. എൻ്റെ മകൾക്കൊരു വിവാഹം നടക്കണം, ഒരു കുടുംബ ജീവിതം വേണം. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അല്ല, എൻ്റെ കുടുംബത്തിൽ ഒരു സൗഖ്യമുണ്ടാകണം, അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും ഒന്നിച്ച് ചിന്തിക്കണം, ഒരുപോലെ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. വിപരീതമായി ചിന്തിക്കരുത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, അപ്പച്ചൻ പറഞ്ഞതുപോലെ പാലക്ക വിരിഞ്ഞതുപോലെ ആയി പോകരുത് എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം വരുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് എന്ത് ചെയ്യണം? അങ്ങനെ ചിന്തിക്കുമ്പോഴേ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉല്ലാസവും ഉണ്ടാകത്തുള്ളൂ. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുടുംബമായി എല്ലാവരും, മക്കളും കൊച്ചുമക്കളും അല്ലെ ഭാര്യയും ഭർത്താവും എല്ലാവരും ഒരുപോലെ ചിന്തിക്കാൻ പഠിക്കണം. എൻ്റെ ചെറുപ്പം കൊച്ചുങ്ങളാണത്തെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുത്തൻകാവ് പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ പുത്തൻകാവിലെ പള്ളിപ്പടിക്ക് അച്ഛൻ പോകും. അച്ഛൻ ഈ സന്ധ്യ ആകുന്നുള്ള പള്ളിപ്പടിക്ക് പോയി കൂട്ടുകാരൊക്കെ ഇത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പോൾ ഞങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ കഥക്, ഈ മുൻവശത്തെ കഥക് 2 പാളിയായിട്ടാണ്. ആദ്യത്തെ പാളി അരയ്ക്ക് താഴോട്ടും മറ്റേത് മുകളിലോട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ ഞാൻ പറഞ്ഞത്, 2 കഥകായിട്ടുള്ളത്. ഓക്കെ. അപ്പം ഈ അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ 6:30 ആകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ യാക്കോബായിലെ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും, അപ്പച്ചനും അമ്മച്ചിയും ഞാനും ഞങ്ങൾ പിള്ളേരും അമ്മയും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കാനിരിക്കും. ഓടി പ്രാർത്ഥിച്ച് അച്ഛൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കുള്ള കർത്താവേ ഞാനിക നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിന്നിരുന്നുമ്പിൽ എന്നുള്ള പാട്ട് പാടുമ്പോഴാണ് അച്ഛൻ കയറി വരുന്നത്. അച്ഛൻ വന്ന വാതിക്കൽ അവിടെ നിന്ന് ആ പാട്ട് ചൊല്ലി പ്രാർത്ഥിച്ച് ഒടുവിൽ ശുദ്ധമുള്ള ബാബ എന്നുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിച്ചായിരുന്നു ആമ്യം പറഞ്ഞ അച്ഛൻ കയറി വരും. അപ്പൊ അപ്പച്ചൻ പറഞ്ഞാണ്, എടാ പാലക്ക വിരിഞ്ഞ പോലെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ എന്നാടാ പ്രയോജനം എന്ന് എപ്പോഴും ചോദിക്കും. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ കയറുന്ന നീ പോകും പടിഞ്ഞാറോട്ട്, അവര് പിള്ളേരിക്കും തെക്കോട്ട്, നീ മറ്റവരിക്കും വടക്കോട്ട്. ഇങ്ങനെയല്ലടാ പ്രാർത്ഥിക്കാനിരിക്കുന്നത് അപ്പച്ചൻ എപ്പോഴും പറയാറുണ്ട്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അങ്ങനെയാ. ഇന്ന് പെന്തക്കോസ്തുകാരുടെ കാര്യം പറയുന്നത് അല്ലാതെ ഒരു വീട്ടിൽ തന്നെ ചിലപ്പം പലരും പല വിശ്വാസത്തില. ഇതെല്ലാം വേണ്ട. ആർക്കാ ഗുണം? പിശാചിനാ ഗുണം. നിങ്ങൾക്കാർക്കും ഗുണമൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും ഗുണമുണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഗുണമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിനകത്ത് നിങ്ങൾക്ക് നന്മ ഉണ്ടാകാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ കുടുംബത്തിൽ നന്മ ഉണ്ടാകാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. എന്റെ കുടുംബത്തിൽ വ്യത്യാസം ഉണ്ടാകണം. വേറെ ആരുടെ ജീവിതത്തിലുള്ള വ്യത്യാസം ഉണ്ടാകേണ്ടത്? ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഇരിക്കണം. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ മകളുടെ ഇത് എന്താണ് ഫിസിക്കൽ തെറാപ്പിയുടെ പഠിക്കാൻ മാസ്റ്റേഴ്സിന് കൊടുത്തിട്ട് മാസ്റ്റേഴ്സിനൊന്നും കിട്ടിയില്ല. ആകെ ഇപ്പോൾ ഉള്ളത് ഒരെണ്ണം ഇവിടെയാണ്, ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിൽ, ഫിലഡൽഫിയ ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ മറ്റേതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, പോയി വന്നു, പിടിച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ ടെമ്പിൾ യൂണിവേഴ്സിറ്റി മാത്രം അവശേഷിച്ചു. അപ്പോൾ അവിടെ അവശേഷിച്ച് ഇപ്പോൾ എന്നോട് പറഞ്ഞു, മനസ്സിലായ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഷേർലി പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ പ്രാർത്ഥിക്കാം, നമുക്ക് 4 പേർക്കും കൂടി ഇന്ന് ഇരിക്കാമെന്ന് പറഞ്ഞു. ഇരുന്നു. 4 പേരും കൂടി ഇരുന്ന് ഒരേ കോൺസെൻട്രേഷനിൽ ഒരേ വിഷയത്തിന് വേണ്ടി ഒരേ വചനം എടുത്തിട്ട് അതിനെക്കുറിച്ച് ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അത് അവിടെ ഓപ്പൺ ചെയ്തു. അവർക്ക് ടെമ്പിൾ യൂണിവേഴ്സിറ്റി അതിൻ്റെ ഡോക്ടറേറ്റിന് കിട്ടി. അവൾ പാസ്സായി. ഇപ്പം 2 വർഷമായി അവൾ ജോലി ചെയ്യുന്നു. ഇപ്പോൾ അവൾ ഗർഭിണിയാണ്. അവിടെ കുഞ്ഞുവാകാൻ പോകുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്നറിയാം, നമ്മൾ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിങ്ങളുടെ വിഷയം നിങ്ങൾ ഒന്നിച്ചിരുന്ന് നിങ്ങളുടെ കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവമക്കളെ നിങ്ങൾ അറിയാതെ തന്നെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഇനി നമുക്ക് അതിന്റെ 19, 20 കൊണ്ടൊന്ന് വായിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ. നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവനെ ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകൻ എന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ കണ്ണു കാണുന്നത്
ഇവർ വളരെ വിദഗ്ധമായി അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇവർക്ക് അറിയത്തുമില്ല വാസ്തവത്തിൽ, അമ്മയപ്പന്മാരില്ലായിരുന്നു. ഇവർക്കെല്ലാം പ്രശ്നം എന്താണെന്നറിയോ? പള്ളി ഭ്രഷ്ടരാകുമല്ലോ എന്നുള്ളതാണ് പ്രശ്നം. ഇന്നത്തെ പ്രശ്നം എന്തുവാ? ഇന്നും പ്രശ്നം അത് തന്നെയാണ്. ഇന്നും ദൈവത്തെ വിളിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഒരു അമ്മാമ്മ, നിങ്ങൾ നോക്കണം, വേറൊരു അമ്മാമ്മയുണ്ട്. ഈ അമ്മാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ലോകത്തില്ലാത്ത പ്രശ്നങ്ങളാണ് അമ്മാമ്മയിലുള്ളത്. അപ്പൊ മാസ്റ്ററെ ഞാനത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ ചോദിച്ചു, അമ്മാമ്മ ആരെയും സമർപ്പിക്കുന്നത്? അമ്മാമ്മയ്ക്ക് ദൈവവചനം എന്താണെന്നും കാര്യങ്ങളെല്ലാം അറിയാം, സത്യത്തിനും ആത്മാവിനും ആരാധിക്കണമെന്നും അറിയാം. അമ്മാമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അമ്മാമ്മ ഒരു ചർച്ചിൽ പോയാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അമ്മാമ്മ ജീവൻ പോയാൽ പോത്തില്ല. എന്നിട്ട് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് എനിക്ക് അത്ഭുതം വേണമെന്ന് പറയണക്കാം. അവിടെ നിന്ന് അത്ഭുതം പിടിച്ചോണ്ട് അവിടെ നിന്നു. എന്നിട്ട് കരച്ചിലും പോലും വിളിയുക. പള്ളി ഭ്രഷ്ടരാക്കും, അതാ പ്രശ്നം. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ട് അത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് പേറ്റാൽ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 22. ഇനി 22. അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല, അവനോട് ചോദിപ്പീൻ എന്ന് അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെട്ടതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു ഒത്തിരുന്നതുകൊണ്ട് അത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രശ്നം എന്തുവാ? ഇന്നത്തെ പ്രശ്നമല്ല, യേശുവിനെ കർത്താവെന്നും ക്രിസ്തു എന്നും ഏറ്റു പറയുന്ന പ്രശ്നം. ഇന്നും അത് തന്നെയാ പ്രശ്നം. യേശു ക്രിസ്തു ആണെന്നും യേശു രക്ഷിതാവാണെന്നും വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറയുന്നതന്നെ പ്രശ്നം. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്നും അന്നും? എന്താണ്? പേര് വെട്ടും. നിങ്ങൾ അപ്പൊ അങ്ങനെയുള്ളവരുടെ എല്ലാ ശവം ഇങ്ങനെ ആകെ ഒത്തി പറിച്ചോണ്ടിരിക്കുകയാണ് റോഡിൽ കിടന്ന്. ഇന്നത്തെ പ്രശ്നം ഇത് തന്നെയാ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നത്. അന്നത്തെ പ്രശ്നം ഇത് തന്നെയായിരുന്നു. അന്നും പ്രശ്നം ഒന്ന് തന്നെയാ, ഇന്നും പ്രശ്നം ഒന്ന് തന്നെയാ. പള്ളി ഭ്രഷ്ടനാകും. അടുത്ത വാക്യം, 2 കുരുടനായിരുന്ന മനുഷ്യന് 24-ാമത്തെ വാക്യം, കുരുടനായ മനുഷ്യന് ദൈവത്തിന് മഹത്വം കൊടുക്കാം, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു. അടുത്തത് അവനോട് അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന്റെ അർത്ഥം ഞാൻ അവന്റെ ശിഷ്യനാകാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ കണ്ണ് തുറന്നു കിട്ടി, ഞാൻ അവന്റെ ശിഷ്യനാകാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി അടുത്ത 2-3 വാക്യങ്ങളൊന്ന് വായിച്ച്. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇത് തന്നെയാണ് ഇന്നും എല്ലാവരും മിക്കവാറും ആൾക്കാരല്ലേ ആരുടെ ശിഷ്യന്മാരാ? മോശ എന്തുകൊണ്ടാണ് വന്നേക്കുന്നത്? ന്യായപ്രമാണം. മോശയുടെ പ്രമാണത്തിന് കീഴിൽ ഇരിക്കുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവൻ ശപിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കണമോ മോശയുടെ ശിഷ്യനായിരിക്കണമോ? നിങ്ങൾ ചിന്തിച്ചോളേ. ഇത് ഞാൻ കൊണ്ടുവന്ന വചനമല്ല, മോനച്ചൻ ഒന്നും ഇവിടെ പറഞ്ഞില്ല.
യേശുവിന്റെ കർത്താവിന്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അത് മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യങ്ങൾ വായിച്ചാട്ടെ. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. ആബേലിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ഇതാര് പറഞ്ഞതാ? ഇതാര് പറഞ്ഞതാ? ദൈവം പറഞ്ഞാന്നോ കുള്ളൻ പറഞ്ഞാന്നോ? അപ്പൊ ഇത് മിക്കവാറും ആൾക്കാർ ഏറ്റു പറയേണ്ട പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ബൈബിളിനകത്ത് പറഞ്ഞത് ഇവരുടെ സിസ്റ്റം പറഞ്ഞതാ. ഇത് യഹൂദന്മാര് അവര് പറഞ്ഞു വെപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. യേശു പാപികളുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്, പരീക്ഷന്റെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവര് പഠിപ്പിച്ച് വെച്ചേക്കുന്ന ഇവൻ പാപിയാണ്, ഇവന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാനൊരു പാപിയാണ്, ഞാനൊരു തെറ്റുകാരനെന്ന് പറഞ്ഞ് മനസ്താപത്തോടെ കടന്നു വരുന്നവന്റെ പ്രാർത്ഥനയാണ് യേശു അംഗീകരിക്കുന്നത്. ഓ, ഞാൻ നീതിമാൻ, എന്നെ കവിഞ്ഞ് ആരുമില്ലെന്ന് പറഞ്ഞ് വരുന്നവന്റെ പ്രാർത്ഥനയൊന്നും കർത്താവിന് കേൾക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇനിയും കുരുടനായി പിറന്നവൻ പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായ മുതൽ കേട്ടിട്ടില്ല. അവനോട് പിന്നെ അടുത്ത വാക്യം വായിച്ചാണ് 33-34. വന്നവൻ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ പുറത്താക്കുക. പുറത്താക്കിയത് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ട് ഉണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനോട് കൂടെയുള്ള ചില മതി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഒക്കെ കേട്ടിട്ട് നിങ്ങൾ എത്ര പേര് യേശു കർത്താവെന്ന് ഏറ്റു പറയും? ഇതുവരെയും യേശു കർത്താവെന്ന് ഏറ്റു പറഞ്ഞിട്ടില്ലാത്ത ഈ ദൈവപുത്രനായ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നുവോ? ഈ ദൈവപുത്രനെ വിശ്വസിക്കുന്നവൻ ദൈവപുത്രൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ പഠിക്കണം, ദൈവപുത്രൻ പറഞ്ഞ പോലെ ആരാധിക്കാൻ പഠിക്കണം. ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവൻ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും, അവന് നിത്യജീവൻ കൊടുക്കുമെന്ന് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിട്ടില്ല. മോശയുടെ പ്രമാണപ്രകാരം മോശയിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്നും അനേകര് മോശയിലാണ് വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തിരിച്ച് ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ എത്ര പേര് തയ്യാറാകും? യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ അധികവും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത പ്രവൃത്തി, യേശു ചെയ്ത പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 26-ാമത്തെ അത്ഭുതം നമ്മുടെ കണ്ണുകളൊന്ന് തുറക്കട്ടെ, നമ്മുടെ ആത്മീയ കണ്ണുകളൊന്ന് തുറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യേശുവിനെ കാണുവാൻ കണ്ണു തുറന്ന് കുടുംബമായി ഒന്നിച്ചിരുന്ന് ഏകാഗ്ര ഹൃദയത്തോടെ ഏത് വിഷയത്തിന് പ്രാർത്ഥിച്ചാലും അതിന്മേൽ അത്ഭുതം നടത്തുവാൻ ശക്തനായ കർത്താവ് നമ്മുടെ മധ്യേ ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ ഭവനങ്ങൾ പണിയപ്പെടട്ടെ, ഹാലിലെ കുടുംബങ്ങൾ പണിയപ്പെടട്ടെ. അവർ സ്തോത്രം കുടുംബസ്ഥരായി തീരട്ടെ, അവർ സന്താനപുഷ്ടിയുള്ളവരായി തീരട്ടെ. ഈ ദേശത്തെ അടക്കി അവർ ഭരിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനു വേണ്ടി ഹാലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ.